Hello everyone. In this lecture I will be discussing about VHDL programming basics. Okay. So basically what is meant by VHDL? VHDL is an acronym which stands for VHSIC Hardware Description Language. VHSIC Hardware Description Language. And this VHSIC stands for Very High Speed Integrated Circuits, and the acronym itself captures the entire theme of the language and it describes the hardware in the same manner as does the schematic. So simply schematic വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് ഹാർഡ്വെയറിനെ നമ്മൾ സ്കീമാറ്റിക് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ജസ്റ്റ് ഒരു കോഡായിട്ട് എഴുതുന്നതാണ് VHDL എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് VHSIC ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. ഹാർഡ്വെയറിനെ ഒരു ലാംഗ്വേജ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് തന്നെ വെരി ഹൈ സ്പീഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് എന്ന് മാത്രം. ഓക്കെ, സോ അതാണ് VHDL എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. VHSIC ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആൻഡ് VHSIC സ്റ്റാൻഡ്സ് ഫോർ വെരി ഹൈ സ്പീഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓക്കെ, so it describes hardware in the same manner as does the schematic. So schematicന്റെ പോലെ തന്നെ വേറൊരു ഫോം ആണെന്ന് മാത്രം, റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് മാത്രം. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസ് യൂസ് ഫോർ മെയിൻലി ഫോർ ഡോക്യുമെൻറ്റേഷൻ, വെരിഫിക്കേഷൻ ആൻഡ് സിന്തസിസ് ഓഫ് ലാർജ് ഡിജിറ്റൽ ഡിസൈൻസ്. സോ വലിയ ഡിജിറ്റൽ ഡിസൈൻസിൻ്റെ ഡോക്യുമെൻറ്റേഷനും വെരിഫിക്കേഷനും സിന്തസിസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് VHDL. And the key feature of VHDL is that it saves a lot of design effort, since the same VHDL code can theoretically achieve all three of these goals. All three of these goals means documentation, verification and synthesis can be done using a simple VHDL code without going into the hardware. So hardware ഇല്ലാണ്ട് ജസ്റ്റ് ഒരു കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഒരുപാട് ഡിസൈൻ എഫേർട്ട് കുറയ്ക്കും ഇത്. ഓക്കെ, സോ ഇത് നോർമലി 3 അപ്രോച്ചസ് ആണ് ഇതിൽ വരുന്നത്. 3 അപ്രോച്ചുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഡാറ്റ ഫ്ലോ അപ്രോച്ച്, സ്ട്രക്ചറൽ അപ്രോച്ച് ആൻഡ് ദെൻ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് 3 അപ്രോച്ചുകളുണ്ട്. സോ അതിലത്തെ ആദ്യത്തെ 2 അപ്രോച്ചുകൾ, അതായത് ഡാറ്റ ഫ്ലോ അപ്രോച്ച് ആയാലും സ്ട്രക്ചറൽ അപ്രോച്ച് ആയാലും അത് നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഈ കോഡിനെ VHDL കോഡാണല്ലോ പറയുന്നത്, പ്രോഗ്രാമാണെന്ന് പറയുന്നത്, അതിനെ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ബ്ലോക്കുകളായിട്ട് ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കോഡ് ചെയ്തിട്ട് വരുന്നതാണ് ഡാറ്റ ഫ്ലോ ആയാലും സ്ട്രക്ചറലായാലും. ഓക്കെ, സോ രണ്ടും സംവാട്ട് സിമിലർ ആണ്, ഡാറ്റ ഫ്ലോ അപ്രോച്ചും സ്ട്രക്ചറൽ അപ്രോച്ചും. ബട്ട് ഇതിലെ ഈ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ടൊരു റിലേഷൻ ഇല്ലാത്തതാണ്, രണ്ടുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു സാധനമാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ബിഹേവിയറൽ അപ്രോച്ച് ടു മോഡലിംഗ് ഹാർഡ്വെയർ കോമ്പണൻസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ ടു ഇൻ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് നെസസറിലി ഇൻ എനി വേ റിഫ്ലക്ട് ഹൗ ദ ഡിസൈൻ ഈസ് ഇംപ്ലിമെൻറ്റഡ്. സോ ഡിസൈൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നതിനായിട്ട് ഒരു റിലേഷനും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഏത് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേണമെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ബ്ലാക്ക് ബോക്സ് അപ്രോച്ച്. സോ അതൊരു ജസ്റ്റ് ഒരു ബ്ലാക്ക് ബോക്സ് അപ്രോച്ച് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ബ്ലാക്ക് ബോക്സ് അപ്രോച്ച് ആണ് ഇത് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് accurately models what happens on the inputs and the way it is guided towards the outputs ഓഫ് ദ ബ്ലാക്ക് ബോക്സ്. അതായത് ജസ്റ്റ് ഇൻപുട്ടിൽ എന്ത് സംഭവിച്ച് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് മാത്രം കാണിക്കുമെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. സോ അതൊരു ജസ്റ്റ് ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് അവിടെ മോഡലിംഗ് നടക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആദ്യത്തെ 2 ഡിഫറെൻറ്റ് ബ്ലോക്കുകളാക്കി നമുക്ക് ആ കറക്റ്റ് ആ ഒരു സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയറിൻ്റെ ആ ഒരു ഫ്ലോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ അപ്രോച്ചാണ്. സോ സ്ട്രക്ചറൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എ ടെക്സ്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സ്കീമാറ്റിക്. സോ നമുക്കൊരു സ്കീമാറ്റിക് ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതായത് ആ ഒരു നമ്മളൊരു ഫിഗർ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഫിഗർ ബ്ലോക്ക് ഡയഗ്രം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് അതൊരു ഫ്ലോയിൽ എങ്ങനെ വരയ്ക്കുന്നതിന് പകരം എഴുതുക എന്നുള്ള രീതിയിൽ, അതായത് ഒരു കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ അപ്രോച്ചാണ് നമുക്ക് നമ്മളുടെ ഈ ഒരു ഇതിൽ വരുന്നത്. സോ സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ ബേസിലാണ് എല്ലാം പറയാൻ പോകുന്നത്. 3 മെത്തേഡ്സ് ഉണ്ടെങ്കിലും 3 അപ്രോച്ചുകൾ ഉണ്ടെങ്കിലും സ്ട്രക്ചറിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് തന്നെ
മിക്സ് ആയിട്ട് എടുത്തിട്ട് ബെറ്റർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഈ മൂന്നും തൽക്കാലം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ അപ്രോച്ചാണ്. സോ അതിൽ കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. VHDL ഈസ് എ കേസ് ഇൻസെൻസിറ്റീവ് ലാംഗ്വേജ്. കേസ് ഇൻസെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണെന്നുള്ളതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അതായത് ഇപ്പോൾ ആഡ് എന്ന് നമ്മൾ ഫുൾ അപ്പർ കേസിൽ എഴുതി കഴിഞ്ഞാലും അത് നമുക്കിപ്പോൾ ലോവർ കേസിൽ എഴുതി കഴിഞ്ഞാലും സെയിം തന്നെയാണ് മീനിങ്. ഇപ്പോൾ ഇത് എന്താ അപ്പറും ലോവറും മിക്സായി വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. സോ ഇത് കേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണ്. സോ ഇതെല്ലാം സെയിം മീനിങ് തന്നെയാണ്. സോ അപ്പോൾ ഏത് കേസിൽ വെച്ച് എഴുതി കഴിഞ്ഞാലും സെയിം ആണെന്നുള്ളത്. സോ VHDL ഈസ് എ കേസ് ഇൻസെൻസിറ്റീവ് ലാംഗ്വേജ്. ദെൻ VHDL കോഡ് ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മൾ ഫോളോ ചെയ്യുന്നത് സ്ട്രക്ചറൽ അപ്രോച്ചാണ്. സോ അതിൽ രണ്ട് പാർട്ടാണ് മെയിനായിട്ട് ഒരു കോഡിന് ഉണ്ടായിരിക്കുക. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി പാർട്ട് ആൻഡ് ദ ആർക്കിടെക്ചർ പാർട്ട്. എൻറ്റിറ്റി പാർട്ട് ആൻഡ് ആർക്കിടെക്ചർ പാർട്ട് സിമ്പിളാണ്. നമുക്കത് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമെന്ന് കാണുന്നത് എന്താ? നമ്മൾ പുറമെന്ന് കാണുന്നത് ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ആണ് അല്ലേ? ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിൽ നമുക്ക് അറിയാവുന്നത്. സോ അതാണ് ഈ എൻറ്റിറ്റി എന്നുള്ള പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്താണ് എന്നുള്ള പറയണ ആ ഒരു പോർഷൻ, കോഡിൻ്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻസൈഡ് പാർട്ടാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണത് വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ഈ ഔട്ടർ വ്യൂവും ഇന്നറും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അതിനെ ഔട്ടറിനെ പറയുന്നതാണ് എൻറ്റിറ്റി, ഇന്നറിനെ പറയുന്നത് ആർക്കിടെക്ചർ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ആൻഡ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ടു ഇൻപുട്ട് ആൻഡ് ഗേറ്റ്. സോ നമുക്കിവിടെ രണ്ട് ഇൻപുട്ടുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? എയും ബിയും ആണ് ഇവിടുത്തെ ഇൻപുട്ടുകൾ, സി ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. സോ നമുക്ക് ഇതിൽ പുറത്ത് കാണുന്നത് ഏതൊക്കെയാണ്? നമുക്ക് എ അറിയാം, ബി കാണാം, ഔട്ട്പുട്ട് കാണാം. ഇവരേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ ഇത് ഏതാണ് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇതിൻ്റെ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ആർക്കിടെക്ചർ എന്നാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷൻ. അതായത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്നത്, എന്താണ് ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഈ ഒരു ഭാഗത്ത് നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? ആൻഡ് ആണ്. സോ ആ ആൻഡ് ഓപ്പറേഷനാണ് നമ്മുടെ ആർക്കിടെക്ചറിൽ വരുന്നത്. അതായത് ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ സി ഈക്വൽ ടു എ ഡോട്ട് ബി, അല്ലെങ്കിൽ ശരിക്കും എഴുതുകയാണെങ്കിൽ എ ആൻഡ് ബി എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ അതാണ് നമ്മളുടെ എൻറ്റിറ്റിയും ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന സാധനങ്ങൾ, ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആൻഡ് ഗേറ്റിൻ്റെ പറഞ്ഞത് മാത്രം ഒരു ഗേറ്റ് ആയിട്ട് പറഞ്ഞു. നമുക്ക് ഈ ഒരു കോഴ്സിൽ വരുന്നതും സിമ്പിൾ പ്രോഗ്രാംസ് ആണ്. ജസ്റ്റ് ആൻഡ് ഓർ ഹാഫ് ആഡർ ഫുൾ ആയിട്ടാണ്. സോ അതിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട കാര്യം വരുന്നില്ല. സോ ഇതെന്തായാലും ഓർത്ത് വയ്ക്കുക. എൻറ്റിറ്റി എന്താണ്, ആർക്കിടെക്ചർ എന്താണ്. എൻറ്റിറ്റി ഈസ് ദ ഔട്ട്സൈഡ് വ്യൂ ആൻഡ് ആർക്കിടെക്ചർ ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ സിൻടാക്സിലേക്ക് പോവാം. സോ സിമ്പിൾ സിൻടാക്സ് ആണ്, അത് മാത്രമേ അറിയേണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഓൾറെഡി. ഒരു ഡയഗ്രത്തിനെ എങ്ങനെ നമ്മൾ വേർഡ്സിലേക്ക് എഴുതും എന്നുള്ളൊരു രീതിയിലാണ് ഇത് എഴുതി വരുന്നത്. സോ അതിൽ രണ്ട് പാർട്ടാണുള്ളത്, എൻറ്റിറ്റി പാർട്ടും പിന്നെ ഏതാ ആർക്കിടെക്ചർ പാർട്ടും. സോ എൻറ്റിറ്റിയിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ കേസ് ഇൻസെൻസിറ്റീവ് ആണ്. ഞാനിവിടെ അപ്പർ കേസിൽ എഴുതിയെന്നൊന്നും നോക്കണ്ട. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ അപ്പർ കേസിൽ എഴുതിയെന്നേ ഉള്ളൂ. ലോവർ ആയാലും കുഴപ്പമില്ല. സോ ഇതാണ് അതിൻ്റെ ബേസിക് സിൻടാക്സ്. എൻറ്റിറ്റി നെയിം ഈസ്. എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻറ്റിറ്റി നെയിം ഈസ്. ഇതിൽ ഈ നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടുള്ളൂ, ബാക്കിയെല്ലാം അത് സ്റ്റാൻഡേർഡ് ആണ്. എൻറ്റിറ്റി നെയിം ഈസ്. നെയിം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഹാഫ് ആഡ് ആണെങ്കിൽ ഹാഫ് ആഡ് കൊടുക്കാം, ഫുൾ ആഡ് കൊടുക്കാം, ഇപ്പോൾ നമ്മൾ പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. സോ ഈ നെയിമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കൊടുക്കാൻ പോകുന്നത്. സോ ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. സോ ഇവിടെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എൻറ്റിറ്റി നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻറ്റിറ്റിയിൽ എന്താണ് നമ്മൾ വരുന്നത്, ഔട്ടർ ആണല്ലോ. ഔട്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെയാണ് ഇതിൽ വരുന്നത് അല്ലേ? സോ ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്, നമ്മൾ പുറമേന്ന് കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അത് പോർട്ടായിട്ടാണ് പറയുക. നമുക്കറിയാം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ, അത് രണ്ടും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ഇങ്ങനത്തെ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, സർക്കുലർ ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നെയിം 1, അതായത് ഇപ്പോൾ പിന്നെ നേരത്തെ കേസിലായിരുന്നെങ്കിൽ രണ്ടെണ്ണമല്ലോ ഉണ്ടായിരുന്നത്, എ ബി ഇൻപുട്ട്. ഇപ്പോൾ എ എന്നിടാം, കോമ ബി എന്നിടാം. ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ, ഈ സ്ക്വയർ ബ്രാക്കറ്റ് മീൻ ചെയ്യുന്നത് എന്താ പറയുക, ജസ്റ്റ് അവിടെ ഇതിൽ ഈ കേസിൽ ജസ്റ്റ് അങ്ങനെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഓപ്ഷണലാണ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ എത്ര ഉണ്ട് വെച്ചാൽ അത്ര ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ സെമി കോളൻ ഇടണം. അപ്പോൾ നമുക്കിവിടെ എത്രയാണോ ഇത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു സെമി കോളൻ ഇടുക. സോ സെമി കോളൻ ഇട്ടിട്ട്
പിന്നെ മോഡ് ആൻഡ് ടൈപ്പ്, ഇത് നമ്മൾ കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യണത് ഇപ്പോൾ എ ബി എന്നാണ് വിചാരിക്കുക. ഇപ്പോൾ ഇത് നെയിം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, ഇത് ബി ആണ്, ഇങ്ങനെയാണല്ലോ ഇപ്പോൾ വരിക. ഇങ്ങനെ വരും എ കോമ ബി രണ്ടെണ്ണം ഉണ്ടായിരുന്നു വിചാരിക്കുക. അത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? കോളൻ വരും. ആ കോളൻ കഴിഞ്ഞിട്ട് എന്ത് മോഡാണ്, അതായത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ ഇൻ ഔട്ടാണോ, അങ്ങനത്തെ 3 കേസുകളാണ് വരുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ ഇൻപുട്ടാണ്, നേരത്തെ ആൻഡ് ഗേറ്റിൻ്റെ കേസാണെന്ന് വിചാരിക്കുക. ആൻഡ് ഗേറ്റിൻ്റെ കേസിലായിരുന്നു നമുക്കറിയാം എയും ബിയും അവിടുത്തെ ഇൻപുട്ടുകളായിരുന്നു. സോ എയും ബിയും ഇൻപുട്ടും, പിന്നെ ഏതാ സി എന്ന് പറയുന്നത് അവിടുത്തെ ഔട്ട്പുട്ടായിരുന്നു. സോ എ ബി എന്തെന്ന് എടുക്കാം, നമുക്ക് ഇൻ എന്ന് കൊടുക്കാം. അത് അപ്പർ കേസിൽ കൊടുക്കാം, ലോവർ കേസിൽ എങ്ങനെയായാലും കൊടുക്കാം. സോ ഇനി ടൈപ്പാണ്. ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കുറേ കേസുകളുണ്ട്. ടൈപ്പ് തന്നെ ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ലോജിക് ഉണ്ട്, STD_ ലോജിക് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ട്. ക്യാരക്ടർ ഉണ്ട്, CHAR എന്നാണ് കാണിക്കുക. ബിറ്റ്, ബൂളിയൻ, ബിറ്റ് വെക്ടർ, റിയൽ, ഇൻ്റഗ്രൽ, അങ്ങനെ ഡിഫറെൻ്റ് ഉണ്ട്. നമുക്ക് നോർമലി ആവശ്യം വരുന്നത് ജസ്റ്റ് ബിറ്റേ വരുള്ളൂ നമ്മുടെ കേസിൽ. ഡിജിറ്റൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ കോൺടാക്സിൽ ബിറ്റ് മാത്രം ആലോചിച്ചാൽ മതി. ടൈപ്പ് ബിറ്റാണ്. സോ ഇന്നെന്ന് എഴുതി, പിന്നെ ഇവിടെ എന്തുകൂടി എഴുതേണ്ടി വരും? ബിറ്റ് എന്നും കൂടിയും എഴുതണം. ബിറ്റ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വെച്ചിട്ട് അവസാനിപ്പിക്കണം? സെമി കോളൻ വന്നു കഴിഞ്ഞാലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സെമി കോളൻ മസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മളൊരു സിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് അടുത്ത നെയിം 3 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കേസിൽ സി ആണ്. സോ സി അവിടെ വീണ്ടും എന്തിടുക? കോളൻ ഇടുക. മോഡ് ഏത് മോഡാണെന്ന് പറയുക. ഇപ്പോൾ സി ഈ കേസിലാണെങ്കിൽ സി ഏതാണ് മോഡ്? ഔട്ട്പുട്ടാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കുക? ജസ്റ്റ് ഔട്ട് എന്ന് എഴുതുക. ഇനി അതിൻ്റെ ടൈപ്പാണ്. ടൈപ്പ് ഓൾറെഡി പറഞ്ഞു ഏത് തന്നെയാണ്? ബിറ്റ് ആണല്ലോ. അപ്പോൾ ബിറ്റ് തന്നെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനി നേരത്തെ തുടങ്ങി ബ്രാക്കറ്റ് അവസാനിപ്പിക്കുക. നമ്മളൊരു ബ്രാക്കറ്റ് തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ പോർട്ടിൻ്റെ. സോ ആ പോർട്ടിൻ്റെ ബ്രാക്കറ്റ് അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ശ്രദ്ധിക്കുക എന്തിടാൻ മറക്കരുത്? സെമി കോളൻ ഇട്ടാലാണ് എന്ത് നടക്കുള്ളൂ? എക്സിക്യൂഷൻ നടക്കുന്നുള്ളൂ. സോ ഈ ബിറ്റിന് പകരം വേണമെങ്കിൽ STD_ ലോജിക് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് പകരം ബിറ്റ് എന്നുള്ളതിന് പകരം STD_ ലോജിക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയാണ് ഫസ്റ്റ് പോർഷനിലെ എൻറ്റിറ്റിയിൽ വരുന്നത്. ഇനി ജസ്റ്റ് ഒരു എൻഡ് എന്നിട്ടിട്ട് സെമി കോളൻ ഇട്ട് അവസാനിപ്പിക്കുക. അപ്പോഴാണ് എക്സിക്യൂട്ടീവിൽ സെമി കോളൻ മാർക്കത്. ഇനി ആർക്കിടെക്ചറും സിമിലർ തന്നെയാണ്. ഇതേപോലെ തന്നെ എൻറ്റിറ്റി നെയിം എന്ന് പറഞ്ഞ പോലെ ആർക്കിടെക്ചർ, അതിനൊരു പേരിടുക. ആർക്കിടെക്ചർ നെയിം നേരത്തെ കൊടുത്ത പേരിന് കൊടുക്കരുത്, ഡിഫറെൻറ്റ് നെയിം ഇടുക. ഓക്കെ, ആർക്കിടെക്ചർ എന്താണെന്ന് കൊടുക്കുക ഓഫ് എൻറ്റിറ്റി നെയിം. അതായത് ഇവിടെ നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കേസിൽ ഇപ്പോൾ PVV എന്നെങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് വിചാരിക്കുക. സോ ആ PVV എന്നുള്ളത് എന്താണോ കൊടുത്തിട്ടുള്ളെങ്കിൽ അത് തന്നെ അവിടെ എഴുതണം. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യണം. സോ ആർക്കിടെക്ചർ എന്തിൻ്റെ? ഈ എൻറ്റിറ്റിയുടെ ഉള്ളിലത്തെ ആർക്കിടെക്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ആർക്കിടെക്ചറിനോട് വേറൊരു പേര് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ തൽക്കാലം AG എന്നാണ് കൊടുക്കുന്നത് വിചാരിക്കുക. സോ എന്താണ് നടക്കുന്നുള്ള ഓപ്പറേഷനാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ആർക്കിടെക്ചർ എന്താണ് പേര് എന്നുള്ളത് കൊടുക്കുക. ഓഫ് ഓൾറെഡി കൊടുത്തിട്ടുള്ള എൻറ്റിറ്റിയുടെ പേര് കൊടുക്കുക. ഈസ് ഇനി അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ബിഗിൻ, അപ്പോൾ അത് തുടങ്ങുകയാണ്. സോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി, നേരത്തെ പുറം ഭാഗം എഴുതി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. നേരത്തെ കേസിന് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളാണ് പറയാമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് എന്താ സി ഈക്വൽ ടു എ ആൻഡ് ബി എന്നാണല്ലോ. ഈക്വൽ ടു ഓപ്പറേഷൻ അസൈൻമെൻറ്റ് ഇങ്ങനെയാണ് കാണിക്കുക ഈ ഒരു ഇതിട്ടിട്ട്. അതിപ്പോൾ ഈ കേസിലാണെങ്കിൽ എ പിന്നെ ജസ്റ്റ് എഴുതുകയാണ് ചെയ്യുക. ആൻഡ് എന്നുള്ളത് ജസ്റ്റ് ആൻഡ് തന്നെയാണ് എഴുതുക. ആൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിടുക? കോളൻ ഇടുക. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു. അതേപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെങ്കിൽ അത് എഴുതുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എൻ്റെ എഴുതുക. ഇത്രേ വരുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മെയിൻ ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഇതിൽ ഓർത്തേക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പേര് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ലെങ്ത് വേണമെങ്കിലും കൊടുക്കാം. A to Z ഉപയോഗിക്കാം, ലോവർ കേസ് ഉപയോഗിക്കാം, 0 to 9 ഉപയോഗിക്കാം, _ ഒക്കെ ഉപയോഗിക്കാം. ഇത്രയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൽ എന്തായാലും എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും _ വെച്ച് എൻഡ് ചെയ്യരുത്. ഇത്രയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ടൈപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മളിതിൽ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ആവശ്യം വരുന്നത് നമുക്ക് ബിറ്റാണ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് സ്റ്റാൻഡേർഡ് ലോജിക് ഉപയോഗിക്കാം. മോഡ് ഇൻ ഔട്ട് അല്ലെങ്കിൽ ഇന്നും ഔട്ടാണ് സാധാരണ നമുക്ക് ആവശ്യം വരുള്ളൂ. ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്ഷൻ എന്നുള്ള മീനിങ് ആണ്. എൻ്റെ എന്തായാലും കാണിക്കണം. അതിന് പേരൊന്നും എഴുതണ്ട, വെറുതെ എൻ്റെ എന്ന് എഴുതിയാൽ മതി. സെമി കോളൻ മറക്കരുത്, അതിട്ടാൽ മാത്രമാണ് എന്ത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇനി ഇത് കമാൻഡ് ഉണ്ടെങ്കിൽ കാണിക്കാൻ. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ഇതും കൂടി ഒരു ലൈബ്രറി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് IEEE ലൈബ്രറി ആണ്. അതിലത്തെ ഒരു സ്റ്റാൻഡേർഡ് ലോജിക് 1164 എന്നുള്ള പാക്കേജാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി പേര് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് IEEE ആണ്. ലൈബ്രറി IEEE എന്ന് വരും. പിന്നെ അതിൽ ഉപയോഗിക്കുക യൂസ്
ഏതാണ് പേര് IEEE ഡോട്ട് പാക്കേജ് നേരത്തെ എഴുതിയ പാക്കേജ് STD_logic_1164